അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ റാപ്പാണ് തയ്യാറാക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല സോസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റാപ്പ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. നമുക്കിത് നല്ലൊരു ഈവനിങ് സ്നാക്കായോ അല്ലെങ്കിൽ നല്ലൊരു ഡിന്നറായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 250-300 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇതിപ്പോൾ ഡാർക്ക് സോയ സോസാണ്. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ സോയ സോസ് ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് മസാലയൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് പിടിച്ചു വരും. അപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഒരു സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ചുവന്ന മുളക് എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു സ്വീറ്റ് ചില്ലി സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1.5 ടീസ്പൂൺ തേൻ അല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. തേനാകുമ്പോൾ ഈ സോസിന് നല്ലൊരു ഗ്ലൈസിങ് കൂടെ കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുളകിൻ്റെ കുരുവൊക്കെ അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിലിപ്പോൾ ചെറുതായിട്ട് കുരുകൾ ക്രഷ് ചെയ്ത പോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, കൂടുതലുണ്ടെങ്കിൽ അരിച്ചെടുത്താൽ മതി. ഇനി ഈ ചില്ലി സോസൊന്നും ഒരു 3 ടേബിൾ സ്പൂൺ സോസ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പോളം മയണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മയണൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ മുന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 3 തരത്തിലുള്ള മയണൈസ് തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മയണൈസും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ട നല്ല ക്രീമി ആയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇതിലേക്ക് ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ചിക്കൻ തന്നെ നല്ല വെള്ളം ഇറങ്ങി വരും, അപ്പോൾ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓരോരോ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് നല്ല ചെറിയ പീസായതുകൊണ്ട് ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം.
ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ പകുതി ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതും ഇനി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ പോലെ ആയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിൻ്റെ പുറത്ത് ഈ കോട്ടിങ്ങും കൂടെ വരുമ്പോൾ നല്ല വലിപ്പത്തിൽ വരും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ സോസ് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സോസ് നേരത്തെ തന്നെ ചിക്കനിൽ മിക്സ് ചെയ്ത് വെക്കരുത്. നമ്മൾ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നാലും ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇപ്പോൾ ചിക്കനും സോസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ സാൻഡ്വിച്ച് റോൾ ചെയ്യാൻ വേണ്ട ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലൊരു കുബൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുബൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ചും ഷവർമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കുബൂസ് അല്ലെങ്കിൽ നമ്മൾ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ചപ്പാത്തിയോ പൊറോട്ട ഒക്കെ എടുക്കാം. ഇനി ഈ കുബൂസിലേക്ക് ഞാൻ 2 പീസ് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സവാളയും ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ കുക്കുമ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ലീവ്സ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തുള്ള അതേ സോസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചിക്കനിലൊക്കെ അത്യാവശ്യം സോസ് ചേർത്തിട്ടുള്ളതാണ്. കൂടുതൽ സോസ് വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ബാക്കിയുള്ള ചില്ലി സോസും പിന്നെ കുറച്ച് മയണൈസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കനും വെജിറ്റബിൾസൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ സാൻഡ്വിച്ചും ഷവർമൊക്കെ റോൾ ചെയ്തെടുക്കുന്ന പോലെ റോൾ ചെയ്തെടുത്താൽ മതി. ഞാനിതുപോലെയാണ് സാധാരണ റോൾ ചെയ്തെടുക്കാറുള്ളത്. താഴത്തെ ബാക്കിയുള്ള ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും അങ്ങ് മടക്കി വെച്ച് കൊടുക്കും. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതെടുത്ത് കഴിക്കുമ്പോൾ ഫില്ലിംഗ് ഒന്നും താഴെ പോകുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഷവർമക്കൊക്കെ റോൾ ചെയ്തെടുക്കുന്ന രീതിയിൽ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഡിന്നറായിട്ടും അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ നല്ലൊരു സ്നാക്കായിട്ടൊക്കെ എടുക്കാം. ചിക്കനിൽ നല്ലൊരു കോട്ടിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ചിക്കൻ വെച്ചിട്ട് തന്നെ കൂടുതൽ അളവിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. 250 ഗ്രാം ചിക്കൻ വെച്ചിട്ട് എനിക്കിതുപോലെ 6 സാൻഡ്വിച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊന്ന് സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.